തീവ്രവികാരങ്ങൾ ഇളക്കിവിടുന്ന പരാമർശങ്ങൾ പാടില്ലെന്ന് പ്രസംഗകർക്ക് നിർദ്ദേശം നൽകി സമസ്ത. മതസംഘടനയുടെ ഔന്നത്യം പ്രസംഗത്തിലും ലേഖനത്തിലും കാത്തുസൂക്ഷിക്കണം എന്നാണ് നിർദ്ദേശം. SKSSF നേതാവ് സത്താർ പന്തല്ലൂരിന്റെ കൈവെട്ട് പരാമർശം വിവാദമായതിന് പിന്നാലെയാണ് നേതൃത്വത്തിന്റെ ഇടപെടൽ. അതിനിടെ സത്താർ പന്തല്ലൂരിനെ പിന്തുണച്ച് സമസ്ത നേതാവ് ഉമ്മർ ഫൈസി മുക്കം രംഗത്തെത്തി. കൈവെട്ടുമെന്ന് പറഞ്ഞത് പ്രതിരോധത്തിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതിയെന്നാണ് ന്യായീകരണം. സമാധാനം നശിക്കണം എന്ന് വിചാരിക്കുന്നവരാണ് കേസിന് പോയതെന്ന് ഉമ്മർ ഫൈസി മുക്കം കുറ്റപ്പെടുത്തി. സമസ്ത നേതാക്കൾക്കെതിരെ കളിക്കുന്നവരുടെ കൈ വെട്ടും എന്ന് പറയുന്നതാണ് ഇപ്പോൾ പ്രശ്നമാക്കിയിരിക്കുന്നത്. അതിനെ ഒരു തീവ്രവാദം എന്ന നിലക്ക് വ്യാഖ്യാനിക്കേണ്ടതില്ല. അതിൻ്റെ കൈവെട്ടും എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അതിൻ്റെ ഉദ്ദേശവും അർത്ഥവും ഒക്കെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞവൻ്റെ ഉദ്ദേശം പോലെയായിരിക്കും അതുണ്ടാവുക. കൊടാളെടുത്ത് കൈവെട്ടും വാളെടുത്ത് കൈവെട്ടും എന്നൊന്നും ആയിരിക്കും ഉദ്ദേശിക്കുക. അതിനെ തടുക്കും പ്രതിരോധിക്കും എന്നുള്ളതിന് അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ കഴിയുന്നതും അങ്ങനത്തെ പ്രയോഗങ്ങൾ, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രയോഗങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതേപ്രകാരം അത്തരം പ്രയോഗങ്ങളെ കൊണ്ട് മാത്രം ഒരു തീവ്രവാദത്തിൻ്റെ ആളെന്ന് മുദ്ര കുത്തുന്നത് ശരിയല്ല. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, എന്താണ് സമസ്ത നേതൃത്വത്തിന്റെ നിർദ്ദേശം? അതിൽ നിന്നൊരു ഭിന്ന സ്വരമാണോ ഉമർ ഫൈസി മുക്കത്തിൻ്റെത്? അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ സമസ്തക്ക് ഈ വിഷയത്തിൽ ഒരു ഐക്യം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സത്താർ പന്തല്ലൂർ ഇപ്പോൾ അതായത് സത്താർ പന്തല്ലൂരിനെ ഒരിക്കലും തള്ളിപ്പറയാൻ സമസ്ത തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസമോ അല്ലെങ്കിൽ ഇന്നും ഒക്കെ ഇത്തരത്തിൽ ഈ പ്രസംഗിക്കുന്നവർ അല്ലെങ്കിൽ മതപണ്ഡിതർ ഇത്തരം പൊതുവേദികളിൽ സംസാരിക്കുമ്പോൾ കുറെ കൂടി ശ്രദ്ധ പുലർത്തണം എന്ന് പറയുമ്പോഴും സത്താർ പന്തല്ലൂരിനെ തള്ളാനോ അല്ലെങ്കിൽ സത്താർ പന്തല്ലൂരിനെ ഒറ്റപ്പെടുത്താനോ നിലവിലെ സാഹചര്യത്തിൽ സമസ്ത തയ്യാറാകുന്നില്ല. അത്തരത്തിലൊരു നീക്കം സംസ്ഥയുടെ ഭാഗത്തു നിന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ചില ഇടങ്ങളിൽ നിന്നെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ കുറെ കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിരുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇന്ന് അല്പസമയം മുമ്പ് ഉമ്മർ ഫൈസി 24നോട് പ്രതികരിച്ച ഘട്ടത്തിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹം പറയുന്നത്, പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സത്താർ പന്തല്ലൂർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശുദ്ധി എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹം സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പരാമർശത്തിൽ ഞങ്ങൾക്ക് സംശയം ഒന്നും തന്നെ ഇല്ല. മറിച്ച് അത് മറ്റൊരു രീതിയിൽ ചില ആളുകൾ വ്യാഖ്യാനിക്കുകയാണ് അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു നടപടിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനോ തങ്ങൾ തയ്യാറല്ല എന്ന കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട് ഉമ്മർ ഫൈസി മുക്കം എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സമസ്തയുടെ നിലപാടാണ് എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഈ വിവാദം തുടങ്ങിയിട്ട് 2-3 ദിവസമായി. ഇതിനോടകം തന്നെ നേതാക്കൾ പലരും ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ പ്രസംഗങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ സൂക്ഷ്മത വെച്ച് പുലർത്തണം എന്നൊരു കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസ് കൊടുത്ത ആളുകൾ അവർക്ക് ദുഷ്ടലാക്കാണ് ഈ വിഷയത്തിൽ ഉള്ളത്. കാരണം സമാധാനത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ കേസ് കൊടുക്കുന്നത് അത് അക്രമാസക്തമാക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും തള്ളുകയാണെന്നോ അല്ലെങ്കിൽ ഒരു ഭിന്നസ്വരമാണ് എന്നോ പറയാൻ സാധിക്കില്ല. കാരണം സംസ്ഥയുടെ ഒറ്റയ്ക്കുള്ള അല്ലെങ്കിൽ സംസ്ഥയുടെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല തങ്ങൾക്കിടയിലുള്ള ഒരാളെ മറ്റുള്ള ആളുകൾ കുത്തിവലിക്കാൻ ഇട്ടുകൊടുക്കില്ല എന്നൊരു നിലപാടും ഈ വിഷയത്തിലുണ്ട്. ഈ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അത് ആ സമയത്ത് പെട്ടെന്ന് വന്നു പോയതായിരിക്കാം. അതിന് മറ്റ് അർത്ഥങ്ങളില്ല. കൂടാതെ ഈ തീവ്ര നിലപാടുകൾ അത് എക്കാലത്തും എന്നും സമസ്ത തള്ളി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സമാധാനത്തിന്റെ പാതയിലാണ് സമസ്ത മുന്നോട്ട് പോകുന്നത്. തീവ്രവാദം ഒരു ഘട്ടത്തിലും സമസ്ത വെച്ചു പുലർത്തില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ തന്നെ വരുന്നുണ്ടെങ്കിൽ പോലും ഇത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥ ഉദ്ദേശിക്കുന്നില്ല. അത് ഒറ്റപ്പെട്ട സംഭവമായി മാത്രമല്ല പല രീതിയിൽ മറ്റുള്ള ആളുകൾ അതിന് വ്യാഖ്യാനിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. സമസ്തയോടും ഒപ്പം തന്നെ ഈ സത്താർ പന്തല്ലൂരിനോടും പലർക്കും വിരോധമുണ്ട്. ആ വിരോധമുള്ള ആളുകളാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് എന്നൊരു നിലപാടാണ് സമസ്തയ്ക്കും ഒപ്പം തന്നെ ഉമ്മർ ഫൈസി മുക്കത്തിനും ഈ വിഷയത്തിൽ ഉള്ളത്. വേണു. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.